ഹായ്. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് 1.5 ആഴ്ചയായി വന്നിട്ട്. അപ്പോൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട് കണ്ടോ, പുറത്ത് നല്ല മഴ. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, മഴയ്ക്കൊരു കുറവുമില്ല. അപ്പോൾ തോട്ടിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പാക്കിങ് കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി പാക്ക് ചെയ്യാണ്ട്. രാജേഷേട്ടൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം എല്ലാം റെഡിയാക്കട്ടെ, എന്നിട്ട് വേണം. ധോനി ബേബി നല്ല ഉറക്കാട്ടോ, മഴയൊക്കെ അല്ലേ. അവൾ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി എണീറ്റു, വീണ്ടും ഇപ്പോൾ കിടന്നു കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 5-5:30 ആവാനായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ, തോട്ടിലൊക്കെ ഉണ്ടോ നല്ല വെള്ളമാണ് കണ്ടോ, നല്ല വെള്ളം വരുന്നുണ്ടോ, മലവെള്ളം. മലയ്ക്കൊക്കെ നല്ല മഴയാണ്, നല്ല മഴ കേട്ടോ. തോടൊക്കെ കണ്ടോ, കഴിഞ്ഞ മഴവെള്ളപ്പാച്ചലില് കണ്ടോ, തോടൊക്കെ പകുതി പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വെള്ളപ്പാച്ചലിൽ എന്തൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ചതിയിലാണ് വെള്ളം വരുള്ളൂ. കുട്ടിയുടെ ചെരുപ്പ്, അതുപോലെ തന്നെ എൻ്റെ ചാർജർ, ഫോണിൻ്റെ, അതൊക്കെ മറന്നു പോകും ചിലപ്പോഴേ. അങ്ങനെ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ കുട്ടിയുടെ പാത്രങ്ങളൊക്കെ എടുക്കണം, കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. തിരിച്ചു പോവുക പറയുമ്പോൾ ഒരു വിഷമമാണ്. പാവം അമ്മ ഇവിടെ ഒറ്റയ്ക്കുമല്ലേ. മടങ്ങിപ്പോക്ക് അങ്ങനെയാണ്, വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമല്ലോ, അമ്മയുടെ അടുത്ത് നിൽക്കുക, അമ്മ ഒറ്റയ്ക്കല്ലേ, അമ്മയ്ക്ക് കൂട്ടാവും ചെയ്യലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷമായിരിക്കും. പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, കണ്ണ് നിറയാതെ പോക്ക് എപ്പോഴും ഇല്ല കേട്ടോ പോക്ക്. എനിക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ദൂരെയൊക്കെ ജോലിക്ക് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴും അങ്ങനെ ഒരു സങ്കടമായിരുന്നു. വീട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു വിഷമമായിരിക്കും. നല്ല മഴയില്ലേ, പിന്നെ റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ രാജേഷേട്ടൻ വന്നു. അപ്പോൾ രാജേഷേട്ടൻ വരുമ്പോൾ തന്നെ കുട്ടിക്ക് പിന്നെ സ്നിഗ്ഗിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെ മിക്സിയുടെ ജാറ് കേട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ്റെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഏട്ടൻ നേരാക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാനിന്ന് പിന്നെ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ ഏട്ടന് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കാപ്പിയല്ല കേട്ടോ, ചായ. അപ്പോൾ ചായ ഉണ്ടാക്കിയൊക്കെ കൊടുത്തു. എന്നതിന് ശേഷം ഞാൻ റെഡി ആയത് കേട്ടോ. പിന്നെ എത്ര നമ്മൾ അടുക്കി പെറുക്കിയാലും തെരഞ്ഞാലും പിടിച്ചാലും എല്ലാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മറന്നു വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോഴാണെങ്കിലും ശരി കേട്ടോ, എപ്പോഴും ശരി എന്തെങ്കിലുമൊക്കെ മറന്നു വെക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും, രാശേൻ്റെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ മറന്നു, അയ്യോ അതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ, അയ്യോ അത് അവിടെ ഉണ്ടല്ലോ ഇത് ഇവിടെ ഉണ്ടല്ലോ, ഇനി എന്താ ചെയ്യാന്നൊക്കെ. പിന്നെ ഏട്ടൻ രണ്ടാമത് പിന്നെ ചിലപ്പോൾ അപ്പോൾ പോവില്ല, പിന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് അത് മേടിച്ചിട്ട് വരാറാട്ടോ പതിവ്. അപ്പോൾ എപ്പോഴും എനിക്ക് എന്തെങ്കിലും മറവി ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം ഓർത്തിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മേശയുടെ മേലെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ, ഓരോ ഐറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. കുട്ടിയുടെ പാത്രങ്ങൾ, കുട്ടിയുടെ ഡ്രസ്സ് മാറ്റാനുള്ള ഡ്രസ്സുകൾ, പിന്നെ തൊട്ടി, അതെല്ലാം ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് പോകുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ സെഞ്ചിയും പൊക്കണൊക്കെ ആയിട്ടോ എല്ലാം റെഡി ആയിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ 2, 3, 4 കിറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, പെട്ടിയൊന്നുമില്ല. അപ്പോൾ എല്ലാം ഞാൻ ഓരോ സെഞ്ചി തന്നെ കേട്ടോ, ടെക്സ്റ്റൈൽസ് എന്നൊക്കെ മേടിച്ച സെഞ്ചിൻ്റെ പോലും കിട്ടിയ സെഞ്ചി, അങ്ങനത്തെ സെഞ്ചിയിലാട്ടോ എല്ലാം റെഡിയാക്കുക. അപ്പോൾ ഇന്ന് തിരിച്ചു വരുമ്പോൾ ഒന്നും പാത്രങ്ങളാക്കാനുള്ള കവറൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒരു നമ്മളെന്തോ സാധനങ്ങൾ അരി എന്തൊക്കെ മേടിച്ചിട്ട് സാധനങ്ങൾ മേടിച്ചൊരു കവറുണ്ടായിരുന്നു. അപ്പോൾ ആ കവറിൽ പാത്രങ്ങളും പിന്നെ അവളുടെ പൗഡർ ഡപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കിയിട്ടോ. പിന്നെ അവളുടെ കോറൊക്കെ ഞാൻ രാവിലെ ഒരു നേരം അരച്ച് വെക്കാറ്, അപ്പോൾ വൈകിട്ടേക്കുള്ളതും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എല്ലാം അതിൽ പാക്ക് ചെയ്തു. പിന്നെ രാജേഷ് ഏട്ടനാണ് കേട്ടോ ലോഡൊക്കെ കയറ്റിട്ടത്. ഏട്ടനെ എപ്പോഴും ആ പണിയാണ്, ഏട്ടനെല്ലാം നേരത്തെ അതെല്ലാം കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ അമ്മ പിന്നെ കുട്ടി പുറപ്പെട്ട മുതൽ അമ്മ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കന്നെയായിരുന്നു കേട്ടോ. പിന്നെ താഴെ മേമ്മമാരുടെ വീട്ടിലൊക്കെ പോയി അവരോടൊക്കെ കുട്ടിയോട് യാത്ര പറയിപ്പിച്ച് അങ്ങനെ ഏട്ടൻ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക കേട്ടോ. പിന്നെ താഴത്തുനിന്ന് ഞാൻ കുട്ടിയുടെ പാല് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ മേമ്മയുടെ വീട്ടിൽ.
അപ്പോൾ അതെടുത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അമ്മ അതെടുത്തിട്ട് വരിക. അങ്ങനെ അതൊക്കെ എടുത്തു കൊണ്ടുവന്നു, എല്ലാം പാക്ക് ചെയ്തു. ഏട്ടൻ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. അതിനുശേഷം അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണല്ലോ. പിന്നെ അവൾക്ക് 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഭക്ഷണം കൊടുക്കാനാകുമ്പോഴത്തേനൊക്കെ എത്തിയാലും മതി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ വാശി പിടിക്കുകയൊന്നുമില്ല. അപ്പം ഇന്ന് കുറച്ച് ഉറക്കമൊക്കെ കിട്ടിയ ഇതായതുകൊണ്ട് അവൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ എണീക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ എണീച്ചു. പിന്നെ അവൾക്ക് ഫീഡ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ അവൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ വേഗം അവളെ പുറപ്പെടുവിപ്പിച്ചിട്ട് അങ്ങനെ കയറിയത് കേട്ടോ. നാടപ്പ കളിച്ചാൻ പൊട്ടിച്ചിട്ട് പൊക്കോളി. ഏട്ടാ ഈ കോട അങ്ങോട്ട് വെക്കേട്ടാ, കോട ഉണ്ട് ഇവിടെ. ശരിട്ടമ്മ ടാറ്റ പറയ, അമ്മമ്മയോട് ടാറ്റ പറ. അങ്ങോട്ട് വെക്ക്, അങ്ങോട്ട് വെക്ക്. ടാറ്റ ടാറ്റ പയ്യേ മമ്മ വിച്ചാട്ട ഫോണ് വിച്ചാട്ട മമ്മ ഫോണ് വിച്ചാട്ട പയ്യേ. ശരിട്ടമ്മ. അങ്ങനെ അമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പം അമ്മേനോട് യാത്ര പറയുമ്പോഴൊന്നും എനിക്ക് അത്ര വിഷമം തോന്നില്ല. അതിൽ അമ്മ ലാസ്റ്റ് ടാറ്റയൊക്കെ തന്നിട്ട് ശരി എന്ന് പറഞ്ഞ് പോന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഭയങ്കര സങ്കടം വന്നു എനിക്ക് ആ സമയത്ത്. കാരണം എത്ര ആയാലും ഇന്നത്തെ ഈ നില വരെ നമ്മളെത്തിച്ചത് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ്. പക്ഷെ അതല്ല, എന്നാൽ കൂടി അവരെ ഒറ്റയ്ക്കായിട്ട് വരികയാറുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. നല്ല സങ്കടം വന്നു പറഞ്ഞാൽ നല്ല സങ്കടം വന്നു. അങ്ങനെ അമ്മയോടൊക്കെ യാത്ര പറഞ്ഞു അങ്ങനെ നേരെ പോന്ന് ഞങ്ങൾ തച്ചമ്പാറയ്ക്കായിട്ട് വന്നത്. അപ്പോൾ കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി. അവൾക്ക് കോറ, കൽക്കണ്ടം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അവൾക്ക് നേരെ 7 മണിയൊക്കെ ആവാറായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബില്ലടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റിംഗ് ആയി പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വേഗം എടുക്കൽ കഴിഞ്ഞു. പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നതാ ഞങ്ങൾ വീടെത്താറായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ ആ സ്നേഹം കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരാണ്. കാരണം ഈശ്വരനോട് നന്ദി പറയും പോലെ തന്നെ നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ബൈ ബൈ.